Swapnakoot Season 6 നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീടാണ് Al Rayhan House from Malappuram district with 5,000 square feet in area. അപ്പോൾ നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ Talking about the site, it's a beautiful and huge site. Site la nammal first keyarumbo കാണുന്നത് is a nice wide or paved driveway ആണ്. ഈ driveway ടെ either sides ലും beautiful lawns കൊടുത്തിട്ടുണ്ട്. Now the specialty is that they have beautiful trees in between the lawns. Normally നമ്മൾ കാണുന്നത് lawn നെ plain ആയിട്ട് വിടാണ്, പക്ഷേ ഇവിടെ apart from that what they have done is they have added nice trees which really adds on to the liveliness of the entire nature part. ഈ പേയ്മെന്റ് കംപ്ലീറ്റ് വീടിന്റെ അറൌണ്ട് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ടു എംബ്രേസ് ദ പേയ്മെന്റ് ദേ ഹാവ് ദ ലോൺ ഈക്വലി പെരിഫൈങ് ദ എൻറ്റയർ ഏരിയ. വീടിന്റെ ഫ്രണ്ട് എലിവേഷന്റെ സെയിം ഇമ്പോർട്ടൻസ് ആണ് ദേ ഹാവ് ഗിവൻ ടു ദ ബാക്ക് സൈഡ് എലിവേഷൻ ടു. ഇൻഫാക്ട് വീടിന്റെ എല്ലാം സൈഡിന്റെ എലിവേഷനെ നല്ല രീതിയിൽ കെയർഫുള്ളിയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആക്ച്വലി ഫ്രണ്ട് സൈഡിനെ കാട്ടി കൂടുതലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ നൈസ് ലോൺ സ്പേസ് ടുവേർഡ്സ് ദ ബാക്ക് യാർഡ് ടു ബിക്കോസ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ റിവർ ബോഡി. അതുകൊണ്ട് ആ ഒരു എലിവേഷൻ ഓൾസോ നല്ലൊരു പ്രോക്സിമിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ റിവർ വ്യൂയുടെ നല്ല ബ്യൂട്ടിഫുൾ എലിവേഷനെ കംപ്ലീറ്റ്ലി ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ദേ ഹാവ് ഡൺ എ നൈസ് വ്യൂയിങ് ഡെക്ക് അറ്റ് വൺ കോർണർ ഓഫ് ദ ബാക്ക് സൈഡ്. Now talking about the elevation of this house, it's a beautiful house with a beautiful majestic look to it. നല്ല രീതിയിലാണ് റൂഫിംഗ് ചെയ്തിരിക്കുന്നത്. asymmetrical wall patterns ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. In total നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ഹൗസ് ആയിട്ടൊരു നല്ലൊരു റൂഫ്ഡ് സിങ്ങും നല്ല വാൾ ട്രീറ്റ്മെന്റ്സും കോളംസും everything gives the image of an extremely stylish house. Apart from the grey color of the roof, you can see grey color from the stone cladding and also on the columns. അതുകൊണ്ട് തന്നെ വീടിന് നല്ലൊരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷന്റെ ടച്ച് ആണ് എൻറ്റയർലി എലിവേഷനിൽ നമ്മൾ കാണുന്നത്. വീടിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ is the beautiful sloping shades that they have provided to the windows. Not only the shades but also the supports. It really accentuates the entire looks of the exteriors. From the parking we enter into the sit out area. നല്ലൊരു beautiful open sit out ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. And apart from that beautiful classy furniture they have placed here which really complements with the Italian marble flooring. Wooden glass windows ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. Along with it നല്ല wooden strips ആണ് which is circumferencing the pillars and this really adds on to the exotic look of the entire house. വീടിന്റെ മെയിൻ എൻട്രൻസ് ഡോർ ഒരു സൈഡിലേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. The elegance of the door is really accentuated with the steel strips that they have provided horizontally in it. Full wooden door with steel strips we reach the living space. നല്ല rich ആയിട്ടാണ് living space ചെയ്തിരിക്കുന്നത്. There is a complete wooden flooring in this room and then beautiful wooden elements have been done throughout the wall. Even in the false ceiling you can see some beautiful wooden elements. Nalla rich cozy furnitures aanu ivide provide cheyidirikkunnathu. Because of the combination of this furnitures and the beautiful wooden flooring and the wooden elements walls ilum ceilings ilum ellam kude all together nalloru rich interiors aanu ivide nammal കാണുന്നത്. Swapnakoot Season 6 അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, ഡിസൈൻ ടിപ്സ്. ഡോക്ടർ ഫിക്സഡ് ഫോർ ഹെൽത്തി കൺസ്ട്രക്ഷൻസിന്റെ റീജിയണൽ അപ്ലിക്കേറ്റർ സർവീസ് മാനേജറായ VK ജനചന്ദ്ര ബാബു സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഡിസൈൻ ടിപ്സിലുള്ളത്. കൂടുതൽ സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം സർ. സർ, പലപ്പോഴും നമ്മളുടെ വീട്
എന്താ പറയുക, നമ്മളൊന്ന് വെൽ സെറ്റിൽഡ് ആയിട്ട് സ്വീറ്റ് ഹോം എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പോഴായിരിക്കും നമ്മുടെ പണിയുടെ ഓരോരോ അബദ്ധങ്ങൾ വെളിയിലേക്ക് ചാടുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭിത്തിയിൽ നിന്നുമൊക്കെ തന്നെ പെയിന്റ് ചെറുതായിട്ട് ഇങ്ങനെ ഇളകി തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഈർപ്പം നിലനിൽക്കുന്ന പോലെ തോന്നുക. അതെ, ബബ്ലിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ് നമുക്കിത് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നത്? അല്ല, ഈ പ്രോസസ്സിൽ നമ്മൾ പറയുന്നത് റൈസിംഗ് ഡാമിനസ് എന്ന് പറയും. റൈസിംഗ് ഡാമിനസ് ഇത് പല കാരണങ്ങൾ കൊണ്ട് വരും. കാര്യം ഗ്രൗണ്ടിലുള്ള വാട്ടർ ടേബിൾ ഹൈ ആയിട്ടുള്ള ഏരിയകളിലും പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതലുള്ള ഏരിയകളിലും അതിന് സോഴ്സ് പലതായിരിക്കും. അത് ഭിത്തി വഴി കാപ്പിലറി റൈസ് വഴി മേലോട്ട് പൊങ്ങി വന്ന് അത് വെള്ളിലോട്ട് വാട്ടർ വേപ്പർ രൂപത്തിൽ വെള്ളിലോട്ട് വരുമ്പോഴാണ് ഈ പെയിൻറ് പൊളിഞ്ഞു പോരുന്നത്. ഇത് അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ പക്കൽ സൊല്യൂഷനുണ്ട്. ഇത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടി 2 ഓപ്ഷനാണ് പിഡിലൈറ്റ് പറയുന്നത്. ഡോക്ടർ ഫിസിറ്റ് കാറ്റഗറിയിൽ നമ്മൾ ഇൻറ്റേർണൽ ഏരിയ കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്യുന്നു. അതായത് പെയിൻറ്റിൻ്റെ വാൾ സൈഡിലുള്ള അത്രയും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഏരിയയിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നു. പ്ലാസ്റ്റർ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. എബോവ് പ്ലാസ്റ്റർ, പെയിൻറ്റ് ആൻഡ് പുട്ടി, അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് വണ്ടർ പ്രൂഫ്. ഈ സിസ്റ്റത്തിൻ്റെ പേരാണ് വണ്ടർ പ്രൂഫ്. വണ്ടർ പ്രൂഫ് 1 and 2 2 പ്രോഡക്റ്റ് ഉണ്ട്. ഈ വണ്ടർ പ്രൂഫ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡ് വാട്ടർ പ്രൂഫിംഗ് പ്രോപ്പർട്ടി ഉള്ളൊരു പ്രോഡക്റ്റാണ്. ഇതൊരു സിംഗിൾ കമ്പോണൻ്റ് ആണ്. അത് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റേർണലി അടിക്കുന്നു. അതിനുശേഷം 4-5 അവേഴ്സിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുന്നു. പിന്നെ നമ്മൾ 2 ദിവസം ക്യൂറിങ് കൊടുത്തതിന് ശേഷം, നാച്ചുറൽ എയർ ക്യൂറിങ് കൊടുത്തതിന് ശേഷം വണ്ടർ പ്രൂഫ് 2 കൊണ്ട് ലെവൽ ചെയ്യുന്നു. സ്വപ്നക്കൂട് സീസൺ 6 അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. വാസ്തു. വാസ്തു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ നമ്മുടെ വാസ്തു കൺസൾട്ടന്റ് ഉണ്ട് ഡോക്ടർ ആർ വേലായുധൻ സർ. ഇന്ന് സാറിനോട് ഞാൻ ചോദിക്കാൻ പോകുന്ന, ഇപ്പം നമ്മുടെ ലോ കോസ്റ്റ് ഹൗസിംഗ് എന്നൊരു ട്രെൻഡ് വരുന്നുണ്ട്. അപ്പം മിക്ക ആൾക്കാരും ലോ കോസ്റ്റ് ഹൗസിംഗിലേക്ക് കുറേ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈം ഫാക്ടർ എന്ന് വെച്ചാൽ ഈ പഴയത് നമുക്ക് ഈ ഫ്രെയിംസ്, വിൻഡോസ്, ഡോർ ഫ്രെയിംസ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. കമ്പാരിറ്റീവ്ലി ഒരു ചീപ്പർ കോസ്റ്റും ആയിരിക്കും. അപ്പം മിക്ക ആൾക്കാരും അതിലോട്ട് പോകുന്നുണ്ട്. അപ്പം അതിന് വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? അതായത് നമുക്ക് ഈ പഴയ ഉരുപ്പടികൾ എന്നാണ് പറയാറുള്ളത്. ഡോറും കട്ടിലൊക്കെ പഴയ വീടുകളിൽ നിന്നും പൊളിച്ചു മാറ്റി ഒന്നുകൂടി റീകണ്ടീഷൻ ചെയ്ത് നല്ല രീതിയിലൊക്കെ വയ്ക്കാറുണ്ട്. വില കുറവാണ്, ലോ കോസ്റ്റിൽ തീരും. നമ്മളെപ്പോഴും എവിടെ മിച്ചം പിടിക്കുന്നോ ആ പൈസ വേറെ എവിടെയെങ്കിലും പോകും. അത് നിങ്ങൾക്ക് പരിചയമുള്ള ഇതാണ്. നമ്മൾ എവിടെ മിച്ചം പിടിച്ചിരുന്നാലും ആ മിച്ചം പിടിക്കുന്ന തുക വേറെ എവിടെയെങ്കിലും പോകും. അപ്പോൾ അതുകൊണ്ട് പുതിയത് മേടിക്കുന്നതാണ് നല്ലത്, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന്. കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന ആ തടി പഴയതായതുകൊണ്ടാണോ, പഴയത് യൂസ് ചെയ്തുകൊണ്ടാണോ, ഈ പഴയ തടി എവിടെ ഇരുന്നു, ഏത് ഇല്ലത്തിരുന്നു, ആ ഇല്ലം വളരെ രക്ഷപ്പെട്ടായിരുന്നു, അല്ലെങ്കിൽ നശിച്ചുപോയ ഒരു ഇല്ലമായിരുന്നു, അവിടെ നിന്നാണോ തടി, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ കടന്നു. ഈ തടിയുടെ ഇതേ കോസ്റ്റിൽ തന്നെ നമുക്ക് മറ്റുള്ള മെറ്റീരിയൽസ് കിട്ടുമല്ലോ, പുതിയതായിട്ട് കിട്ടുമല്ലോ, അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഡോറിനും ബാക്കിൽ വരുന്ന ഡോറ് മാത്രം വളരെ സേഫ്റ്റി ആയിട്ട് ഉള്ള ഡോർ മതി. ദാറ്റ് മീൻസ് വുഡൻ മതി. ഇൻ ബിറ്റ്വീൻ മുറികളിലേക്ക് കടക്കുന്നതും ടോയ്ലറ്റ് എല്ലാം ഇപ്പം കുറഞ്ഞ സിൻറ്റക്സിൻ്റെ ഡോറുണ്ട്, അത് മതി. നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ അവിടെ കോസ്റ്റ് കുറയ്ക്കാം. അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഈ പഴയ മരങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അളവുകൾക്ക് വ്യത്യാസം വരും, ഡിസൈനിന് വ്യത്യാസം വരും, പാറ്റേൺസിന് വ്യത്യാസം വരും. ആ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന്റെ രീതിയിൽ നമ്മൾ മറ്റെല്ലാം ഉണ്ടാക്കേണ്ടി വരും. ഇവ ഒരെണ്ണം മാറി കിടന്നാൽ മതി. പണ്ടത്തെ ശാസ്ത്രം പറയുന്നത് ഇപ്പോൾ ഫ്രണ്ടിലെ ഒരു ഡോർ ചെയ്യുകയാണെങ്കിൽ ഒറ്റ തടിയിൽ തന്നെ ചെയ്യണമെന്നാണ്. പ്ലാവാണെങ്കിൽ പ്ലാവായിരിക്കണം, അല്ലെങ്കിൽ ആഞ്ഞിലിയാണെങ്കിൽ ആഞ്ഞിലി, തേക്കാണെങ്കിൽ തേക്കായിരിക്കണം. പക്ഷെ നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നത് ചിലപ്പോൾ താഴത്തെ ഒരു പീസ് വയ്ക്കുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ റെഡിമെയ്ഡൊക്കെ ചെയ്തു വരുന്നത്. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല.